നെക്സ്റ്റ് നമുക്ക് ഈ സ്ലൈഡിൽ നെക്സ്റ്റ് ചാപ്റ്ററാണ് ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ നോക്കിയത് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ആയിരുന്നു. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനിൽ അമാൽഗമേഷൻ ആണ് മെയിനായിട്ട് നമ്മൾ കവർ ചെയ്ത ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ പോലെ തന്നെ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനും വരാമെന്നുള്ളത്. റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് 2 ടൈപ്പായിരുന്നു. അതിൽ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ കൂടാതെ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, അവിടെ ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോം ചെയ്യുകയോ എന്നുള്ള ഒരു പ്രോസസ്സാണ് അവിടെ ഈ ഒരു ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനെ അപേക്ഷിച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാവുന്നത് അല്ലേ. നമ്മൾ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ പഠിച്ചപ്പോൾ പറഞ്ഞു, ഒരു വീക്ക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യലി തുടർന്ന് പോകാൻ സാധിക്കാത്തൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ലിക്വിഡേറ്റ് ചെയ്യും. ആൻഡ് അവരുടെ ബിസിനസ് ഒരു ന്യൂ കമ്പനി ഫോം ചെയ്തുകൊണ്ട് അക്വയർ ചെയ്യും അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ മെർജറിൻ്റെ കേസ് അല്ലെങ്കിൽ അമാൽഗമേഷൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ 2 അതിൽ കൂടുതൽ കമ്പനികളോ ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ കമ്പനി ഒരു ന്യൂ കമ്പനി എന്ത് ചെയ്യും, അവരുടെ ബിസിനസ് ഒരു ന്യൂ കമ്പനി അക്വയർ ചെയ്യും. ആൻഡ് ലിക്വിഡേറ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് അവരുടെ അഡ്രസ്സ് അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി എന്ത് ചെയ്യും, ലോസ് ചെയ്യും. ആൻഡ് ന്യൂ കമ്പനിയാണ് പിന്നെ ബിസിനസ് ക്യാരി ചെയ്യുന്നത്. അതായിരുന്നു നമ്മളുടെ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനിൽ പഠിച്ചത്. ഇനി ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ വരുന്ന സമയത്ത് ഇവിടെ കുറച്ചുകൂടെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്താണെന്ന് നോക്കുമ്പം ഇതും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 വരുന്നതിൻ്റെ ബാക്കി തന്നെയാണ്. അപ്പോൾ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ വരുന്ന സമയത്ത് അവിടെ ഫസ്റ്റ് നമുക്കത് എന്താണ്, ഇൻറ്റേർണൽ റീ ഓർഗനൈസേഷൻ ഓഫ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനിയാണ്. ഇപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനിൽ പറഞ്ഞതുപോലെ ഒരു ലിക്വിഡേഷൻ അല്ലെങ്കിൽ ഒരു ഫോർമേഷൻ ഓഫ് എ കമ്പനി ഈ ഒരു കേസിൽ നടക്കുന്നില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്നത് കമ്പനിയുടെ ഇൻറ്റേർണൽ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രക്ചറിനെ റീ ഓർഗനൈസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ റീ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മേക്കിംഗ് സം ചേഞ്ചസ് ടു ദ ഇൻറ്റേർണൽ capital structure or financial structure of the company is known as internal reconstruction എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻറ്റേർണൽ ടു ദ കമ്പനി. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിലാണ് ചേഞ്ചസ് വരുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പം ഷെയർ ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷനിൽ വരുന്ന ചേഞ്ചസ് ആകാം, ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സിൽ വരുന്ന ചേഞ്ചസ് ആകാം. അത് ഒരുപാട് മെത്തേഡ്സ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ രീതിയിലാകാം. ഇറ്റ് മേ ഇൻക്ലൂഡ് എ സ്കീം ഓഫ് ക്യാപിറ്റൽ റിഡക്ഷൻ ബൈ റൈറ്റിംഗ് ഓഫ് ദ അക്യുമുലേറ്റഡ് ലോസസ് ആൻഡ് ഫിക്റ്റീഷ്യസ് അസെറ്റ്സ്. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ടും ഈ ഒരു ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ നടക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ കമ്പനിക്ക് അക്യുമുലേറ്റഡ് ലോസസ് ഓരോ ഇയറും കൂടി വരുന്ന സിറ്റുവേഷൻസിൽ, ഇപ്പോൾ നമ്മളുടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു ഇയറിൽ ലോസ് വന്നു, നെക്സ്റ്റ് ഇയറിലും ലോസ് തന്നെ വരികയാണ്. അങ്ങനെ അക്യുമുലേറ്റഡ് ലോസ് കൂടി വരികയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സിസ്റ്റിംഗ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ തന്നെ അഡോപ്റ്റ് ചെയ്ത് പോകാൻ പറ്റണമെന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കമ്പനി ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ അഡോപ്റ്റ് ചെയ്യും. ഇനി അതല്ല, ഫിക്റ്റീഷ്യസ് അസെറ്റ്സ് കൂടുകയാണെന്ന് വയ്ക്കുക. ഫിക്റ്റീഷ്യസ് അസെറ്റ്സിൽ വരുന്നത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ്, പ്രിലിമിനറി എക്സ്പെൻസ് ഒക്കെ ഫിക്റ്റീഷ്യസ് അസെറ്റ്സിൽ വരുന്നതാണ്. അത് കൂടുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ അഡോപ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മളുടെ ക്യാപിറ്റൽ റിഡക്ഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനിലാണ്. ആൻഡ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ പൊസിഷൻ ആണെങ്കിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ഒബ്ജക്റ്റീവോട് കൂടിയാണ് നമ്മൾ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ നടത്തുന്നത്. അതുകൂടാതെ നമ്മൾക്ക് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അക്യുമുലേറ്റഡ് ലോസസ് ഒഴിവാക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സിന് ബെറ്റർ റിട്ടേൺ കൊടുക്കുക എന്നൊക്കെ ഉള്ളത് ഇതിൻ്റെ വരുന്ന ഒബ്ജക്റ്റീവ്സ് തന്നെയാണ്. മെയിനായിട്ട് വരുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ നമ്മളുടെ ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ടേജ് വരികയാണ്, അല്ലെങ്കിൽ നമ്മളുടെ അസറ്റ്സിന് ഓവർ വാല്യൂ ആയിട്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമ്മളുടെ ഒരു നീഡായിട്ട് മാറുന്നതാണ്. ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷന് വരുന്ന ഒരു നീഡായിട്ട് മാറുന്നതാണ്. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തിയറി പാർട്ട് ഉള്ളത് കൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഇവിടെ ജസ്റ്റ് എന്താണെന്നുള്ളത് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ
അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തൊക്കെ റീകൺസ്ട്രക്ഷൻ മെത്തേഡ്സ് ആണ്, ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ മെത്തേഡ്സ് ആണുള്ളത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 മെത്തേഡ്സ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ 3 ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റീഓർഗനൈസേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഇങ്ങനെ 3 മെത്തേഡ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 3 മെത്തേഡ്സും സബായിട്ട് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് 5 ഹെഡായിട്ടാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മളുടെ എക്സിസ്റ്റിംഗ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ ചേഞ്ച് ചെയ്യാണ്. ഓൾട്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാണ്. അങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഇങ്ങനെ ഈ ഒരു ഓൾട്ടറേഷൻ എന്നുള്ളത് സപ്പോർട്ട് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഓതറൈസ് ചെയ്തിരിക്കണം. നമ്മളുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ക്യാപിറ്റൽ ക്ലോസ് ഓൾട്ടർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മെമ്മോറാണ്ടത്തിലുള്ള ക്യാപിറ്റൽ ക്ലോസ് ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക, ക്യാപിറ്റൽ ക്ലോസിൽ ഉണ്ടാവുക നമുക്ക് ഒരു കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാവുന്ന മാക്സിമം ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ഒരു മാക്സിമം ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റലിൻ്റെ എണ്ണം, ഷെയർസിൻ്റെ എണ്ണം കൂട്ടാം അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റലിൻ്റെ വാല്യൂ കൂട്ടാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു മെമ്മോറാണ്ടത്തിൽ ചേഞ്ചസ് വരുത്തുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു മീറ്റിംഗ് ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്തുകൊണ്ടായിരിക്കണം. ജനറൽ മീറ്റിങ്ങിൽ ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓൾട്ടറേഷൻ ചെയ്യുന്നത്. അതിൻ്റെ ഒരു നോട്ടീസ് നമ്മൾ രജിസ്ട്രാർക്ക് 30 ഡേയ്സിനുള്ളിൽ ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ അതിൽ വരുന്ന ഇനി എങ്ങനെയൊക്കെ നമുക്ക് ഓൾട്ടർ ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് പറയുന്നത് ബൈ ഇൻക്രീസിങ് ഇറ്റ്സ് ഷെയർ ക്യാപിറ്റൽ ബൈ ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർ ആണ്. ഓക്കെ, അപ്പം ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഓൾട്ടർ ചെയ്യാവുന്നത് നമുക്ക് പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ജേണൽ എൻട്രി എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള എൻട്രി ആണ്. അത് ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഷെയർ അലോട്ട് ചെയ്യുന്ന എൻട്രിയും ദെൻ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്ന എൻട്രിയും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ, അത് നമുക്ക് സാധാരണ അറിയാവുന്നതാണ്. ആ ഒരു എൻട്രിയാണ് നമുക്ക് ഫസ്റ്റ് മെത്തേഡിൽ അപ്ലൈ ചെയ്യാവുന്ന എൻട്രി. അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മളുടെ കോമൺ ട്രീറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് അതിൽ നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് മുതൽ നമുക്കൊന്നുകൂടെ നോക്കാം. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബൈ കൺസോളിഡേറ്റിംഗ് എക്സിസ്റ്റിംഗ് ഷെയർസ് ഓഫ് സ്മോളർ എമൗണ്ട്സ് ഇൻറ്റു ഷെയർസ് ഓഫ് ലാർജർ എമൗണ്ട്സ്. അതായത് ഇപ്പോൾ നമ്മളുടെ കമ്പനിയിലുള്ള സ്മോളർ എമൗണ്ട്സ് ഉള്ള ഷെയർസ് അതിന് നമ്മൾ ലാർജ് എമൗണ്ടായിട്ട് മാറ്റുക. പക്ഷേ ഇവിടെ എന്താകുന്നില്ല, ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് ചേഞ്ച് ചെയ്യുന്നില്ല. ഓൺലി എമൗണ്ട്സ്, ഷെയർസിൻ്റെ വാല്യൂ, ഫേസ് വാല്യൂ ആണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്. സ്മോൾ എമൗണ്ടുള്ള ഷെയർസിനെ നമ്മൾ ലാർജ് എമൗണ്ടുള്ള, അതായത് ഒരു 10 റുപ്പി വരുന്ന ഷെയർസിന് നമ്മൾ 100 റുപ്പി വരുന്ന ഷെയർസായിട്ട് കൺവേർട്ട് ചെയ്യുക, ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് മെത്തേഡിൽ ചെയ്യുന്നത്. നമ്മളുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൽ ഇവിടെ ചേഞ്ച് വരുത്തുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എഴുതേണ്ടത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഇവിടെ നമ്മൾ ഓൾഡ് ഷെയർ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യും, അതായത് അതിനെ നമ്മൾ ക്ലോസ് ചെയ്യും. ആൻഡ് ന്യൂ ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഓൾഡ് ഷെയർസിനെ ക്യാൻസൽ ചെയ്യുന്ന ഒരു എൻട്രിയാണ് ഇവിടെ എഴുതാനുള്ളത്. എക്സാമ്പിൾ വെച്ച് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് എൻട്രീസ് എല്ലാത്തിൻ്റെയും ഡിസ്കസ് ചെയ്ത് പോവാം. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ഓൾട്ടർ ചെയ്യാവുന്ന നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബൈ സബ് ഡിവൈഡിങ് ദ എക്സിസ്റ്റിംഗ് ഷെയർ ഇൻ ടു ഷെയർസ് ഓഫ് സ്മോളർ എമൗണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ലാർജ് എമൗണ്ട് വരുന്ന ഷെയർസിനെ നമുക്ക് എന്ത് ചെയ്യാം, സ്മോൾ എമൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഷെയർസിൻ്റെ എണ്ണം കൂടും. നേരത്തെ പറഞ്ഞ കേസിൽ ഷെയർസിൻ്റെ എണ്ണം കുറയാണ് ചെയ്യുക. ഈ കേസിൽ ഷെയർസിൻ്റെ എണ്ണം കൂടും, ഹോൾഡ് ചെയ്യുന്ന ഷെയർസിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം കൂടും. പക്ഷേ ഷെയർ ക്യാപിറ്റൽ അപ്പോഴും അൺചേഞ്ച്ഡ് ആയിരിക്കും.
ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബൈ കൺവേർട്ടിങ് ഫുള്ളി പെയ്ഡ് ഷെയർസ് ഇൻ ടു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എന്ന് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഷെയർസിൻ്റെ കളക്ഷനാണ്, അല്ലാതെ ഗുഡ്സ് അല്ല. നമ്മൾ ഫുള്ളി പെയ്ഡ് ഷെയർസിനെയൊക്കെ നമ്മൾ എന്തായിട്ട് മാറ്റും, സ്റ്റോക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. അതാണ് നമ്മളിവിടെ പറയുന്നത്. ഫുള്ളി പെയ്ഡ് ഷെയർസിനെ നമ്മൾ ഒരു സ്റ്റോക്കായിട്ട് മാറ്റും. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്തുകൊണ്ട് സ്റ്റോക്ക് അക്കൗണ്ടിനെ എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ ഡെബിറ്റ് ചെയ്യും. ആൻഡ് സ്റ്റോക്ക് എന്ന് പറയുന്ന പുതിയൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ ഡെബിറ്റ് ചെയ്യും. അസറ്റല്ല, പുതിയൊരു ഷെയർ ക്യാപിറ്റലിൻ്റെ ഗ്രൂപ്പാണത് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി അതിന് നേരെ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്കിനെ ഡിഫറെൻറ്റ് ഷെയർസായിട്ട് സിംഗിൾ ഷെയർസായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് എൻട്രി വരും, സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഇത്രയാണ് നിങ്ങൾ എൻട്രി ഫസ്റ്റ് എഴുതി വെക്കേണ്ടത്. അതൊന്ന് നമുക്ക് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. അപ്പോൾ എക്സാമ്പിൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നത് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള എൻട്രി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ആണെന്നുള്ളത് അറിയാവുന്ന കേസായതുകൊണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മൾ ലാർജർ ഷെയർസ് വരുന്ന സമയത്ത് അതിനെ എന്തായിട്ട് മാറ്റും, എമൗണ്ട് കൂടും, അവിടെ ഷെയർസിൻ്റെ എണ്ണം കുറയാണ് ചെയ്യുന്നത്. സെക്കൻഡ് പറഞ്ഞിരുന്ന എൻട്രി. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കാം നമുക്ക്. അപ്പോൾ അവിടെ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, ഷെയർ ക്യാപിറ്റൽ, ഓൾഡ് ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തുകൊണ്ട് ന്യൂ ഷെയർസിനെ ഇഷ്യൂ ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കുക. എ ലിമിറ്റഡ് ഹാവിങ് 10,000 shares of rupees 10 each decided to consolidate into shares of rupees 100 each. ഇപ്പോൾ 10 റുപ്പി വരുന്ന 10,000 ഷെയർസാണ് എ ലിമിറ്റഡ് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത്. അതിനെ അവർ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് 100 റുപ്പി വരുന്ന ഷെയർസായിട്ട് മാറ്റുകയാണ്. അതായത് 10 റുപ്പീനെ 100 റുപ്പി ആവുമെന്ന് പറയുമ്പോൾ ഫേസ് വാല്യൂ അവിടെ കൂടുന്നുണ്ട്, അതേസമയം ഷെയർസിൻ്റെ എണ്ണം അവർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സ്മോളർ എമൗണ്ടിൽ നിന്ന് ലാർജ് എമൗണ്ടുള്ള ഷെയർസായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രി വരുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഓൾഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 റുപ്പി വരുന്ന ഷെയർസാണ്. 10 റുപ്പി വരുന്ന 10,000 ഷെയർസാണ് ഫസ്റ്റ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് rupees 100 ഈച്ചാണ്. അപ്പോൾ 100 ഈച്ച് വരുന്നത് എത്രയായി മാറും, 1000 ഷെയർസായിട്ട് അവിടെ മാറും. ഓക്കെ, അപ്പം 10,000 ഷെയർസ് ഓഫ് 10 ഈച്ച് എന്നുള്ളത് നമ്മൾ 1000 ഷെയർസ് ഓഫ് 100 ഈച്ചായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മളുടെ ബൈ കൺസോളിഡേറ്റിംഗ് ഷെയർസ് ഇൻ ടു ഷെയർസ് ഓഫ് ലാർജർ എമൗണ്ട്സ്. അത് ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഏതാണ്, ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഏതാ, എ ലിമിറ്റഡ് ഹാവിങ് 1000 ഇക്വിറ്റി ഷെയർസ് ഓഫ് rupees 100 ഈച്ച് ഡിസൈഡഡ് ടു സബ് ഡിവൈഡ് ദ ഷെയർസ് ഇൻ ടു ഷെയർസ് ഓഫ് 10 ഈച്ച്. അപ്പം 100 റുപ്പി വരുന്ന 1000 ഷെയർസ് ഉണ്ടായിരുന്നു, അതിന് അവർ 10 റുപ്പി വെച്ച് എത്രയായിട്ട് മാറ്റുകയാണ്, 10,000 ഷെയർസായിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ ഷെയർസിൻ്റെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം കൂട്ടുകയാണ് ചെയ്യുന്നത്. ഷെയർ ക്യാപിറ്റൽ ചേഞ്ചസ് ഒന്നും തന്നെ വരുന്നില്ല. ഷെയർ ഹോൾഡേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഷെയർസിൻ്റെയോ എണ്ണമാണ് ഇവിടെ കൂടുന്നത്. അപ്പോൾ എത്രയായി മാറും, 1000 ഷെയർ ഇക്വിറ്റി ഷെയർസ് ഉള്ളത് 10,000 ഇക്വിറ്റി ഷെയർസായിട്ട് ചേഞ്ച് ചെയ്യും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 100 ഈച്ച് എന്നുള്ളത് എന്തായിട്ട് മാറും, ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച് എന്നായിട്ട് മാറും. വാല്യൂവിൽ ചേഞ്ചസൊന്നും വരുന്നില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഇതിൻ്റെ നേരെ നെക്സ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. അതായത് ഇക്വിറ്റി ഷെയർസിന് നമ്മൾ ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയർസ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇക്വിറ്റി സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുക. അത് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതൊക്കെ തൗസൻഡ്സിൻ്റെ നോമിനേഷൻസ് വെച്ചുകൊണ്ടാണ്. അത് കൂടുതൽ പെട്ടെന്ന് ചേഞ്ചസ് എന്താണെന്നുള്ളത് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. എ ലിമിറ്റഡ് ഹാവിങ് 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് rupees 10 ഈച്ച് ഡിസൈഡഡ് ടു കൺവേർട്ട് ദ ഷെയർ ക്യാപിറ്റൽ ഇൻ ടു ഇക്വിറ്റി സ്റ്റോക്ക്. അപ്പോൾ എത്രയായിട്ട് മാറും,
10,000 ഷെയർസുള്ള 10 റുപ്പി വരുന്ന ഷെയർസിനെ അത്ര തന്നെ ഇക്വിറ്റി സ്റ്റോക്കായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. ഇവിടെ നമ്മളുടെ ഫേസ് വാല്യൂലോ ഒന്നിലും തന്നെ ചേഞ്ച് വരുന്നില്ല. ഓൺലി ഷെയർ ക്യാപിറ്റൽ എന്നുള്ളത് നമ്മൾ ഒരു സിംഗിൾ സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യാണ്. 1 ലാഖിൻ്റെ ഒരു സ്റ്റോക്ക് മാത്രമായിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഇപ്പോൾ ഉള്ളത് നമുക്ക് 10 റുപ്പി വരുന്ന 10,000 ഷെയർസ് ആണെങ്കിൽ സ്റ്റോക്കായിട്ട് മാറുന്ന സമയത്ത് 1 ലാഖിൻ്റെ ഒരു ഇക്വിറ്റി സ്റ്റോക്കായിട്ടാണത് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഡിവിഷൻ ഇവിടെ വരുന്നില്ല. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ പറഞ്ഞു സ്റ്റോക്കിനെ ഷെയർ ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് എന്ത് മാറും? ഇക്വിറ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത് 1 ലാഖിൻ്റെ ഒരു സ്റ്റോക്കാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യും? 10 റുപ്പി വരുന്ന 10,000 ഇക്വിറ്റി ഷെയർസായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇക്വിറ്റി സ്റ്റോക്ക് അക്കൗണ്ട് അറ്റഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് ₹10 ഈച്ച്. അതാണ് അവിടെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഒരു ചെറിയ ഏരിയ ആണ്. ഇനി അടുത്ത മെത്തേഡ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ അതിന് ശേഷം പ്രോബ്ലംസും കൂടെ നോക്കാം.